എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ഇവിടെ ആരംഭിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഗോഡൗണിലാണ്, പെയിൻ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പം ലോഡൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് വരണുള്ളൂ. കമ്പനിയിലാണ് ഇപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് റെഡിയാക്കി കൊണ്ട് നിൽക്കുകയാണ്. ക്യാനിലേക്ക് ആക്കുകയാണ്. ഇപ്പോൾ പാപ്പിലോണിനാണ് പെയിൻറ്റിൻ്റെ ഇതിൻ്റെ പേര്. നമ്മുടെ ചാലക്കുടിയിൽ ഉള്ളതാണ് പാപ്പിലോൺ പെയിൻറ്റ്. ഒരുപാട് സ്ഥലത്തേക്കൊക്കെ കയറി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കി വെച്ച് ഇനി ലോഡിങ്ങാണ്. അപ്പോൾ ഇനി ലോഡ് ചെയ്യാൻ പോകുന്നിപ്പോൾ നിൽക്കാൻ ഇപ്പം എല്ലാം ആയിട്ടുണ്ട്. കുറച്ച് വേറെ സൈഡ് ഉണ്ട്, അടിച്ച് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അതും കയറ്റി ഇനി നമ്മൾ യാത്രയിൽ കയറാണ്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. അപ്പോൾ രാത്രി അതിൻ്റെ വലിയ വിസിബിലിറ്റി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ രാത്രിയാണ്, എന്നാലും എടുത്തെന്നുള്ളൂ ഞാൻ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ യാത്രയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ടാല കയറ്റവും കാര്യങ്ങളും അതൊക്കെ അതിൻ്റെ അത് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു 2-3 വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു ആക്സിഡൻ്റ് ആയത്. അത് ഈ പോകുന്ന വഴിക്കുള്ള ഒരു വലിയൊരു കയറ്റമാണ്. മുമ്പത്തെ കയറ്റമല്ല, ഇപ്പൊക്കെ കുറച്ച് കുറഞ്ഞെങ്കിലും വലിയ വണ്ടിക്കാർക്ക് അതൊരു വലിയൊരു കയറ്റവും അത് വലിയൊരു ഇറക്കം തന്നെയാണ്. കാരണം ഇറക്കിറങ്ങി വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ നല്ല വലിപ്പിച്ചിട്ട് പോകണം. തിരിച്ചിറങ്ങി വരുമ്പം ബ്രേക്ക് ചവിട്ടി ചൂടാവുന്നിട്ട് കുറേ വണ്ടി ടെമ്പറേച്ചർ കൂടിയിട്ട് കത്തിപ്പോയതുണ്ട് കയറ്റം കയറിയിട്ട്. അങ്ങനെയൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് ഒരു വണ്ടി ആക്സിഡൻ്റ് അല്ല, ആ വണ്ടി അവിടെ നിന്ന് കത്തിപ്പോയി. വണ്ടി ചൂടായിട്ട് ടെമ്പറേച്ചർ കയറിയിട്ടൊക്കെ ആയിരിക്കാം, കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെ തന്നെ ആവുള്ളൂ. ഇപ്പോൾ ഇത് അതിൻ്റെ സ്റ്റാർട്ടിങ്ങാണ്. കണ്ടാല സ്റ്റാർട്ടിങ്ങിലേക്കാണ് ഇപ്പോൾ കയറുന്നത്. നമ്മളിപ്പോൾ കയറിക്കൊണ്ട് നിൽക്കുകയാണ്. കണ്ട ഇതാണ്. അപ്പോൾ റോഡ് ഇപ്പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയ റോഡുകൾ പണിയുന്നുണ്ട്, വീതിയുണ്ട് റോഡിന്. അപ്പോൾ അങ്ങനെ വീതി കൂട്ടിക്കൊണ്ടിരിക്കുക. അതാണ് ഒരു സൈഡിലേക്ക് കൂടെ തന്നെ വണ്ടി മാത്രം കിടത്തി വിടുന്നത്. വലിയ ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വണ്ടികൾ വലിഞ്ഞ് കയറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ മാത്രം ഇത്തിരി ബുദ്ധിമുട്ടുള്ള കയറ്റങ്ങളുണ്ട്, നല്ല വലിപ്പിക്കണം. അങ്ങനെ പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇത് കുറച്ച് നേരം കഴിയുമ്പം അവിടെ ഒരു കയറ്റം ഉണ്ടാകുക. കയറ്റത്തിൽ ശരിക്കും എല്ലാ വണ്ടികളും പതിഞ്ഞ് പോകുള്ളൂ. കാരണം കയറാൻ ഇത്തിരി പാടാണ്. ഈ വണ്ടിയൊക്കെ ചൂടായിട്ട് നിർത്തിയിട്ടാണ് ആ ട്രെയിലറൊക്കെ. മറ്റുള്ള വണ്ടികളൊക്കെ ഇങ്ങനെ കുഴപ്പമില്ലാതൊക്കെ ആയിട്ട് കയറി പോകുന്നുണ്ട്. ചില കയറ്റങ്ങളുണ്ട് അവിടെ മാത്രം ബെൻഡിൽ. ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ പോകുന്ന വഴിക്ക് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ആക്സിഡൻ്റൊക്കെ നടന്നത് അത് ഈ കയറ്റത്താട്ടോ. ഈ കയറ്റം അപ്പുറത്ത് കൂടെ ഇറങ്ങി വരുന്ന വണ്ടികൾ ഇറങ്ങി വരുന്നതൊക്കെ കണ്ടോ. അവിടെ ഇറങ്ങി വരുന്ന വണ്ടികൾ നിയന്ത്രണം വിട്ട് ബ്രേക്ക് 2-3 ഇങ്ങനെ ചവിട്ടി വരുമ്പം ബ്രേക്ക് പേഡ് പോയിട്ട് അങ്ങനെ വരുന്നതാണ്. അങ്ങനെ വന്ന് ബ്രേക്ക് കിട്ടാതെ വണ്ടിയുടെ പുറകിലടിച്ചും നല്ല കുഴിയിലേക്ക് മറിഞ്ഞ് കൊക്കയാണ്. അപ്പുറത്ത് ഒരു സൈഡ് കൊക്കയാണ്, അത്യാവശ്യം നല്ല താഴ്ചയുള്ള കൊക്കയാണത്. എൻ്റെ ഒരു വ്യൂ ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് സൈഡ്. അപ്പോൾ അങ്ങനെ ആ വണ്ടിയൊക്കെ പതുക്കെ വലിഞ്ഞ് കയറുന്നത്. എന്തായാലും നിങ്ങൾ ഇതൊക്കെ കാണുക. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം ഞാനൊന്ന് പറഞ്ഞ് പിന്നെ വോയിസ് ഇട്ട പിന്നെ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇല്ലാതെ നല്ല സന്തോഷമായിട്ടോ. വീഡിയോ ഇടാനും അതുണ്ട്. പിന്നെ എനിക്ക് വലിയ കാര്യമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, ചെറിയൊരു ഫോണാണ്. അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ക്ലാരിറ്റി ഉണ്ടാവുമോ എന്നൊന്നും നമുക്കറിയില്ല. ചുമ്മാ അങ്ങനെ ഇപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാവരും. അപ്പം അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഇടാനിങ്ങനെ തോന്നുന്നു വീഡിയോ. ഇതാണ് കേട്ടോ കയറ്റം. അത് അങ്ങനെ കയറിക്കൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ കട്ട് ചെയ്തില്ല, അത് മൊത്തമായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പം കാണാം ഒരു വണ്ടി അവിടെ കത്തിയിട്ട് ടെമ്പറേച്ചർ കയറിയിട്ടൊക്കെ ആയിരിക്കാം, കത്തി കിടപ്പുണ്ട്. ആ കാണുന്ന വണ്ടി ഇപ്പോൾ അവിടെ നിന്ന് കാണാം വണ്ടി. എന്തായാലും ഞാൻ കാണിച്ചു തരാം. അതിൽ പോകുന്ന വഴിക്ക് തന്നെ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, അത് മറക്കണ്ട. എല്ലാവരും വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇപ്പം നല്ല തിരക്കാട്ടോ. ഇതൊരു ബെൻഡാണ്, കണ്ടോ. താഴത്തൊരു വ്യൂ ആണ് ഇത്,
നല്ല താഴ്ചയുണ്ട്. അപ്പോൾ ഈ ബെൻഡിൽ കുറച്ച് വണ്ടികളൊക്കെ കുറച്ച് സ്പീഡ് കുറഞ്ഞു പോകും വണ്ടികളുടെ. കാരണം ഒന്നാമത്തേത് ചെറിയ വണ്ടികളും അതിൻ്റെ ഇടയിലുണ്ട്. അപ്പം പിടിച്ച് കയറാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല കയറ്റമാണ്. നല്ല ലോഡുള്ള വണ്ടിക്കാർ ഇതാ കിടക്കുന്ന വണ്ടി കണ്ടോ, അതാണ് കത്തിയത്. വണ്ടി കത്തിപ്പോയതാണ്, ടെമ്പറേച്ചർ കൂടിയിട്ട് ശ്രദ്ധിക്കാതെ. പുതിയ വണ്ടിയാണത് കണ്ടോ, കത്തിപ്പോയത് അവിടെ കിടന്ന്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തും. അതിനുള്ള വണ്ടിക്കാരും ക്രെയിനും കാര്യങ്ങളും എല്ലാം അവിടെ സജ്ജീകരണങ്ങളും ഉണ്ട്. ഇപ്പം അങ്ങനെ എൻ്റെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇത്തിരി കടുപ്പുള്ള കയറ്റം ഇതൊക്കെ. ഈ കയറ്റം കൂടെ കയറിക്കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് കുഴപ്പമില്ല, പിന്നെ അവിടെ നേരെ പോകുന്നത് കുഴപ്പമില്ല. എന്നാൽ കയറ്റമാണ്, നമുക്ക് തോന്നുമ്പോൾ അത് നിരപ്പായിട്ടുള്ളൊരു റോഡാണെന്നേ തോന്നുള്ളൂ. ഇപ്പോൾ ആ കണ്ടോ വണ്ടിയൊക്കെ സെൻട്രൽ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് പോകും. അപ്പോൾ ഇത് ഇവിടുന്ന് നമ്മളുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തത് നമ്മൾ അടുത്തതിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും നമസ്കാരം.